അതിരപ്പള്ളി വിനോദസഞ്ചാര മേഖല തുറക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ അതിരപ്പള്ളി വ്യൂ പോയിന്റ് വരെ വിനോദസഞ്ചാരികളെ പ്രവേശിപ്പിക്കുവാനും വാഹനങ്ങൾക്ക് ചെക്ക് പോസ്റ്റ് വരെ പ്രവേശനം നൽകുവാനും തീരുമാനമായി. അതിരപ്പള്ളിയിൽ മാത്രം പ്രവേശനം അനുവദിക്കാതെ വന്നതോടെ നിരവധി വിനോദസഞ്ചാരികളാണ് ദിവസേന തിരികെ പോകേണ്ടി വരുന്നത്. മാസങ്ങൾ കഴിഞ്ഞിട്ടും മറ്റ് വിനോദ കേന്ദ്രങ്ങൾ തുറന്നിട്ടും ഇവിടെ മാത്രം തുറക്കാതിരിക്കുന്നതിനെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതിരപ്പള്ളി വനം വകുപ്പിന്റെ ചെക്ക് പോസ്റ്റിന് മുൻപിൽ ഞായറാഴ്ച രാവിലെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. വിനോദസഞ്ചാരികളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന നൂറുകണക്കിന് വ്യാപാരികളും മറ്റ് കച്ചവടക്കാരും വലിയ പ്രതിസന്ധിയിലാണ്. ലോണുകളും മറ്റും എടുത്ത് വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവർ ലോൺ തിരിച്ചടയ്ക്കുവാൻ കഴിയാതെ ആത്മഹത്യയുടെ വക്കിലായിരിക്കുകയാണ്. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ വാഴച്ചാൽ DFO വിനോദ്, റേഞ്ച് ഓഫീസർ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകളെ തുടർന്നാണ് തെരഞ്ഞെടുപ്പിന് ശേഷം പൂർണ്ണമായി അതിരപ്പള്ളിയിലേക്ക് പ്രവേശനം അനുവദിക്കാനും ഇനി മുതൽ വ്യൂ പോയിന്റ് വരെ മാത്രം പ്രവേശനം അനുവദിക്കുവാനും തീരുമാനമായത്. എന്നാൽ വാഴച്ചാൽ, മലയ്ക്കപ്പാറ തുടങ്ങിയ മേഖലയിലെ പ്രവേശനത്തിന് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. വിനോദസഞ്ചാരികൾക്ക് യാതൊരു നിയന്ത്രണവുമില്ലാതെ വന്നതോടെ ചാലക്കുടി പുഴയിൽ അപകടങ്ങളും വർദ്ധിച്ചിരിക്കുകയാണ്. വെറ്റിലപ്പാറയിൽ കഴിഞ്ഞ ദിവസം എറണാകുളം സ്വദേശി ഒഴുക്കിൽപ്പെട്ട് മരണമടയുകയും വെറ്റിലപ്പാറ വാട്ടർ തീം പാർക്കിന് സമീപം 12 വയസ്സുള്ള കുട്ടിയും ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയും ചെയ്തു. ചില സ്ഥാപിത താൽപര്യക്കാർക്ക് വേണ്ടിയാണ് അതിരപ്പള്ളി വിനോദസഞ്ചാര മേഖല തുറന്ന് പ്രവർത്തിക്കാതിരിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. വിനോദസഞ്ചാര മേഖല തുറന്ന് പ്രവർത്തിക്കുന്നതോടെ പഴയ നിലയിലേക്ക് എത്തുവാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ആദ്യത്തെ പ്രാവശ്യം ഈ കോവിഡ് വ്യാപനം ഇവിടെയൊക്കെ പോസിറ്റീവായി തുടങ്ങിയപ്പോൾ ഇവിടുത്തെ തദ്ദേശവാസികളുടെ വനസംരക്ഷണം അവരുടെ കമ്മിറ്റി കൂടി പറഞ്ഞു നമുക്ക് ഇപ്പോൾ പേടിയുണ്ട്. അങ്ങനെയല്ല പറഞ്ഞത്, കോവിഡ് വ്യാപനം രൂക്ഷമായ സമയത്ത് കളക്ടർ ഒന്ന് ഇത് അടച്ചിട്ടുണ്ട്. കോവിഡിനോടൊപ്പമാണല്ലോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് 11-ാം തീയതി നമ്മൾ ഇലക്ഷൻ കഴിയുന്നതല്ല, നിങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അത് തുറന്നാൽ മതി. ഞങ്ങൾക്ക് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇവിടെ അവിടെയുള്ള വ്യൂ പോയിന്റ് വരെ പോകാനുള്ള അനുവാദം സാർ തരണം. ഞാൻ ഉൾപ്പെടുന്ന അതിരപ്പള്ളിയിലെ ജനവിഭാഗം എന്ന് പറയുന്നത് ടൂറിസം ഉപജീവന മാർഗമായി സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ്. 8 മാസത്തോളമായിട്ട് കൊറോണയുടെ പ്രതിസന്ധിയിലാണ് അതിരപ്പള്ളിയിലെ ടൂറിസം മേഖല. അതുകൊണ്ട് തന്നെ ₹1 വരുമാനമില്ലാത്ത സാഹചര്യത്തിലാണ് ഇന്ന് നിലനിൽക്കുന്നത്. കേരളത്തിലെ പ്രമുഖ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളും തുറന്ന് പ്രവർത്തിച്ചിട്ടും അതിരപ്പള്ളിയിലെ ടൂറിസം കേന്ദ്രം ഇതുവരെ തുറക്കാനുള്ള അനുമതി ലഭിച്ചിട്ടില്ല എന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളോട് അറിയിക്കുന്ന കാര്യം. ടൂറിസം കേന്ദ്രം തുറക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ അതിരപ്പള്ളി റൂട്ടിലൂടെ സഞ്ചരിക്കാൻ പോലും കഴിയില്ല എന്ന തരത്തിലേക്ക് വളരെ